തൃശൂർ മറ്റത്തൂരിൽ ബി.ജെ.പി. ബന്ധത്തിൽ വെട്ടിലായി തൃശൂരിലെ കോൺഗ്രസ്. ഡി.സി.സിയുടെ പിടിപ്പുകേട് മറയ്ക്കാൻ ബലിയാടാക്കിയെന്നാണ് നടപടി നേരിട്ട നേതാവ് ടി.എം. ചന്ദ്രൻ അടക്കമുള്ളവർ പറയുന്നത്. ബി.ജെ.പിയുമായി ഒരു ധാരണയോ സഖ്യമോ ഇല്ല എന്നും ഡി.സി.സി ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ പറഞ്ഞു. കെ.ആർ. ഔസേപ്പാണ് ചതിച്ചത്. ഡി.സി.സിയുടേത് അപഹാസ്യപരമായ നാടകമെന്നും ടി.എം. ചന്ദ്രൻ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ യോഗത്തിൽ പങ്കെടുത്തു പോയ കെ.ആർ. ഔസേപ്പ് എന്ന് പറയുന്ന യു.ഡി.എഫ്. മെമ്പർ, ആ യു.ഡി.എഫ്. മെമ്പറെ CPM വിലക്കെടുക്കുകയായിരുന്നു. കോൺഗ്രസ് നിർത്താൻ തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ് കെ.ആർ. ഔസേപ്പ്. 50% സാധ്യത CPMന് നിലനിൽക്കുന്ന സമയത്ത് ആ സാധ്യത പോലും ഇല്ലാതാക്കി കോൺഗ്രസിന്റെ ഒരു മെമ്പറെ വിലക്കെടുക്കാൻ CPMനെ പ്രേരിപ്പിച്ചത് ഉള്ള പഞ്ചായത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ മൂടി വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. DCC ചിഹ്നം കൊടുത്ത 3 സ്ഥാനാർത്ഥികളുണ്ടല്ലോ, ആ 3 പേരും പരസ്യമായി ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് പിടിച്ച് നടക്കുകയായിരുന്നു. ബി.ജെ.പിയുടെ പിന്തുണ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങളെ വിവരം അറിയുന്നത്. ബി.ജെ.പിയുമായി കൈ കോർത്തിട്ടില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയുമായി നമ്മൾ സഖ്യം ചേരാൻ നമ്മൾ തീരുമാനിച്ചിരുന്നില്ല. ബി.ജെ.പി നമുക്ക് വോട്ട് ചെയ്തു. പക്ഷെ അവിടുത്തെ പൊതു കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് CPMന്റെ കൊടിയ അഴിമതികൾക്കെതിരെയുള്ള വികാരമാണ് അവിടുത്തെ കോൺഗ്രസിന് പൊതുവേ ഉള്ളത്. ബി.ജെ.പി. പിന്തുണ കിട്ടി എന്നതുകൊണ്ട് മാത്രം രാജിവെക്കില്ല എന്നുകൂടി കൂറുമാറിയവർ വ്യക്തമാക്കുന്നുണ്ട്. എം.എസ്. ലക്ഷ്യ വിവരങ്ങളുണ്ട്. ലക്ഷ്യ, ഏകദേശം 1.5 മണിക്കൂർ മുമ്പാണ് മറ്റത്തൂരിലെ കോൺഗ്രസ് നേതൃത്വം മുഴുവൻ മാധ്യമങ്ങളെ കണ്ടത്. ഏറെ നേരം വാർത്താ സമ്മേളനം നീണ്ടുപോയി. എന്തൊക്കെയോ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നും തോന്നുന്നു. ഇത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ശരിക്കും? നിവിഷ്, ഇതിന്റെയൊക്കെ ഒരു മൂലകാരണം എന്ന് പറയുന്നത് DCCയും മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഭിന്നതയാണ്. പക്ഷെ ആ ഭിന്നത പരിഹരിക്കാനായി DCCക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും മറ്റത്തൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ DCC ഓഫീസിലെത്തി വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ വിഭാഗമല്ല, മറുവിഭാഗമാണ്. അപ്പോൾ മറുവിഭാഗത്തിന് കൂടുതലായി ഒരു DCCയുടെ ഭാഗത്ത് നിന്നും ഒരു പിന്തുണ ലഭിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 8 വാർഡ് മെമ്പർമാർ രാജിവെച്ചതും തുടർന്നുള്ള സംഭവവികാസങ്ങളൊക്കെ തന്നെ ഉണ്ടായതും. അതേസമയം തന്നെ ബി.ജെ.പിയുടെ പിന്തുണ വാങ്ങി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വിജയിച്ചതിനെ ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നേരത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന വ്യക്തി, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് നേരെ ഈ CPMന്റെ കൂടെ പോയി LDFലേക്ക് പോയി. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന LDF മുന്നണിയെ തോൽപ്പിക്കാനായി ബി.ജെ.പി. തങ്ങൾക്ക് വോട്ട് ചെയ്തു. ആ വോട്ട് ബി.ജെ.പി. വോട്ട് ചെയ്തു എന്നതുകൊണ്ട് മാത്രം തങ്ങൾ പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കില്ല. അത് ജനങ്ങളുടെയും കോൺഗ്രസിന്റെയും അവിടുത്തെ പൊതുവികാരമാണ് എന്നൊരു ന്യായീകരണമാണ് അതിനെ ചൊല്ലി ഇവർ പറയുന്നത്. എന്തായാലും DCC നേതൃത്വം ഒരു സമവായ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ തങ്ങൾ അത് രാജിവെക്കാനും തുടർന്നുള്ള പാർട്ടി നിലപാടുകളുമായി മുന്നോട്ട് പോകാനും ഒരുക്കമാണെന്നുള്ളതാണ്. വിമതർക്ക് പാർട്ടി ചിഹ്നം കിട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇതെന്താണ്? അപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ മുൻപ് മുതലേ അവിടെ ആകപ്പാടെ പ്രശ്നമായിരുന്നു. അതായത് വിമത ഭീഷണി ഉയർത്തിക്കൊണ്ട് 3 പേർ മറ്റത്തൂരിൽ നിന്ന് DCCയെ സമീപിച്ചിരുന്നു. അങ്ങനെ സമീപിച്ചവർക്ക് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള ടിക്കറ്റ് നൽകുകയായി ഉണ്ടായത്. പിന്നീട് ഈ അവിടെ ആ സീറ്റുകളിൽ മത്സരിക്കാൻ തയ്യാറായി നിന്നിരുന്ന കോൺഗ്രസ് നേതാക്കൾ വിമതരായി മത്സരിച്ചു, കോൺഗ്രസ് വിട്ട്. ആ വിമതരായി മത്സരിച്ചവർ വിജയിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ വിമതരായി മത്സരിച്ച് വിജയിച്ചവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് ഇപ്പോൾ മറ്റത്തൂരിൽ ഈ വാർത്താ സമ്മേളനം നടത്തിയ ഈ സംഘത്തിലുള്ള നേതാക്കൾ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇവരുടെ ആവശ്യപ്രകാരം മറ്റത്തൂരിൽ നിന്ന് വിമതരായി വിജയിച്ചവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ അവിടെ കൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീർന്നില്ല. പിന്നെയും പ്രശ്നങ്ങളാകെ കലങ്ങി മറിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് ഉണ്ടായത്. അതാണ് പിന്നീട് ഈ ബി.ജെ.പിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ച് വിജയിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. എന്തായാലും പാർട്ടി നേതൃത്വം VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾ അറിഞ്ഞില്ല എന്നാണ് ഈ മറ്റത്തൂരിലെ നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. അത് രേഖാമൂലമായി അറിയിക്കുകയോ ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒക്കെ ചെയ്താൽ അതിൽ ഒരു നിലപാട് മാറ്റം എടുക്കാം എന്നുള്ള ഒരു കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. ശരി. എന്തായാലും കുഴഞ്ഞു മറിഞ്ഞ ഒരു അവസ്ഥ തന്നെയാണ്. എല്ലാം ആരോപണങ്ങളൊക്കെ ചെന്നെത്തുന്നത് അവിടുത്തെ DCC അധ്യക്ഷൻ്റെ നേരെ കൂടിയാണ്. ഇത് മാത്രമല്ല, തൃശ്ശൂർ കോർപ്പറേഷനിൽ തന്നെ വല്ലാത്ത പ്രശ്നങ്ങളായിരുന്നു. മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ കുട്ടയടി എന്ന നിലയ്ക്കാണ് കോൺഗ്രസിൽ കാര്യങ്ങൾ പോയത്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഈ മറ്റത്തൂരും.